രണ്ടാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങി. ന്യൂനപക്ഷക്ഷേമം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യും, പ്രവാസകാര്യവും മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. സ്പോർട്സ്, വഖഫ്, റെയിൽവേ വകുപ്പുകളുടെ ചുമതല വി അബ്ദുറഹ്മാനാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പുറമെ സാമൂഹ്യനീതി വകുപ്പ് ഡോക്ടർ ആർ ബിന്ദു കൈകാര്യം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഗവർണറാണ് പുറത്തിറക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ഇത്രയും നേരം നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്തതിനും വ്യത്യസ്തമായി ന്യൂനപക്ഷക്ഷേമവും പ്രവാസികാര്യവും മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന വലിയ പ്രത്യേകത ഈ വിജ്ഞാപനത്തിൽ നിന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അത് തന്നെയാണ്. നേരത്തെ പ്രവാസികാര്യം അബ്ദുറഹ്മാൻ എന്നായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തവർക്ക് ലഭിച്ച ഒരു അത്തരത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ മാറ്റമുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കൊപ്പം ന്യൂനപക്ഷക്ഷേമം, സാധാരണ മന്ത്രിസഭയിലെ മുസ്ലിം സമുദായത്തിലുള്ള മന്ത്രിക്കാണ് ന്യൂനപക്ഷക്ഷേമ വകുപ്പ് നൽകാറുള്ളത്. കഴിഞ്ഞ തവണ KT ജലീൽ, അതിനു മുമ്പ് പാലോളി മുഹമ്മദ് ഊട്ടിയും ഒക്കെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. പക്ഷെ ഇത്തവണ അത് മുഖ്യമന്ത്രി കൈവശം വയ്ക്കുന്നു. GAD, ആഭ്യന്തരം തുടങ്ങിയ പ്രധാന PWD, പൊതുഭരണം, PRD തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകൾക്കൊപ്പം, പരിസ്ഥിതി വകുപ്പുകൾക്കൊപ്പം ന്യൂനപക്ഷക്ഷേമവും മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ഈ മന്ത്രിസഭ വകുപ്പ് വിഭജനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റവന്യൂ മന്ത്രി K രാജന് ഹൗസിംഗും ഭവന നിർമ്മാണവും വകുപ്പ് അദ്ദേഹത്തിന്റെ പക്കലാണ്. റോഷി അഗസ്റ്റിന് ഇറിഗേഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ സപ്ലൈ, അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ്. കൃഷ്ണൻകുട്ടിക്ക് ഇലക്ട്രിസിറ്റിക്കൊപ്പം അനർട്ടിന്റെ ചുമതലയുമുണ്ട്. AK ശശീന്ദ്രന് ഫോറസ്റ്റും വനവും അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണവുമാണ്. അഹമ്മദ് ദേവർകോവിലിന് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് പോർട്ട്, മ്യൂസിയം, ആർക്കിയോളജി, പുരാവസ്തു, ആർക്കൈവ്സ് തുടങ്ങിയവയുടെ ചുമതല. കഴിഞ്ഞ തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ കൈകാര്യം ചെയ്ത വകുപ്പുകളാണ്. ആന്റണി രാജുവിന് റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, ഗതാഗത വകുപ്പിന്റെ പൂർണ്ണ ചുമതലയാണ്. വി അബ്ദുറഹ്മാന് സ്പോർട്സ്, വഖഫ് ആൻഡ് ഹജ്ജ്, പിൽഗ്രിം അതിന്റെ ചുമതല. പോസ്റ്റ്, ടെലഗ്രാഫ്, അതിനൊപ്പം റെയിൽവേയുടെ ചുമതല. റെയിൽവേ സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ PWD ചുമതലയുള്ള മന്ത്രി G സുധാകരനായിരുന്നു, അതിനൊപ്പം നൽകുന്ന വകുപ്പായിരുന്നു. ഇത്തവണ അത് വി അബ്ദുറഹ്മാൻ നൽകുന്നു. GRNൽ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫയേഴ്സ് ആൻഡ് ലീഗൽ മെട്രോളജി, സാധാരണ ആ വകുപ്പിൽ ലഭിക്കുന്ന മന്ത്രിക്ക് ലഭിക്കുന്ന എല്ലാ വകുപ്പുകളും അദ്ദേഹത്തിനുമുണ്ട്. KN ബാലഗോപാലിന് ധനത്തിന് പുറമെ നാഷണൽ സേവിങ്സ്, സ്റ്റോർസ് ആൻഡ് പർച്ചേസ്, കൊമേഴ്ഷ്യൽ ടാക്സ് വകുപ്പ് സാധാരണ ധനമന്ത്രിക്ക് ലഭിക്കുന്ന വകുപ്പാണ്. ട്രഷറീസ്, ലോട്ടറി, സ്റ്റേറ്റ് ഓഡിറ്റ്, KSFE യുടെ ചുമതല. സ്റ്റേറ്റ് ഇൻഷുറൻസ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി സാധാരണ ധനവകുപ്പ് മന്ത്രിക്ക് ലഭിക്കുന്ന ചുമതല. കഴിഞ്ഞ തവണ തോമസ് ഐസക്കിന് ധനത്തിലോ കയർ വകുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കയർ KN ബാലഗോപാലിന് നൽകിയിട്ടില്ല. അത് P രാജീവ് എന്നാണ് മനസ്സിലാവുന്നത്. പ്രൊഫസർ ആർ ബിന്ദുവിന് കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമുകളുടെ ചുമതല. NCC, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, അസാപ്പിന്റെ ചുമതലയുണ്ട്. ഒപ്പം സാമൂഹ്യനീതി വകുപ്പും ആർ ബിന്ദുവിനാണ്. അത് സാധാരണ ആരോഗ്യ, വനിതാ ശിശുക്ഷേമ, സാമൂഹ്യനീതി വകുപ്പുകൾ ഒരു മന്ത്രിക്ക്. വനിതാ ശിശുക്ഷേമം കഴിഞ്ഞ തവണ രൂപീകരിച്ച വകുപ്പാണ്. സാമൂഹ്യനീതി കഴിഞ്ഞ തവണ KK ശൈലജയ്ക്കുമായിരുന്നു. ഇത്തവണ അത് വീണ ജോർജ് നൽകിയിട്ടില്ല. പകരം ആർ ബിന്ദുവിനെ. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് സാമൂഹ്യനീതി. ബിന്ദുവിന് ഉന്നത വിദ്യാഭ്യാസത്തിനൊപ്പം സാമൂഹ്യനീതിയും. ചിഞ്ചുറാണിക്ക് ആനിമൽ ഹസ്ബൻഡറി, ഡയറി ഡെവലപ്മെന്റ്. ചെറിയൊരു മാറ്റമുണ്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും. അത് അഹമ്മദ് ദേവർകോവിലിനല്ല. കഴിഞ്ഞ തവണ അത് കടന്നപ്പള്ളിക്ക് നൽകിയ വകുപ്പാണ്. ഒരു വകുപ്പ് കൂടി CPIക്ക് നൽകുന്നു. ആണ് അത്. ചിഞ്ചുറാണിക്ക് വകുപ്പിന്റെ ചുമതല കൂടിയുണ്ട്. പിന്നെ മറ്റൊന്ന് മൃഗസംരക്ഷണ വകുപ്പ്. MV ഗോവിന്ദന് തദ്ദേശം, റൂറൽ ഡെവലപ്മെന്റ്, ടൗൺ പ്ലാനിംഗ്, കില, അതിനൊപ്പം എക്സൈസിന്റെ ചുമതല. രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളും മറ്റ് ടൗൺ പ്ലാനിംഗ് പോലുള്ള വകുപ്പുകളും MV ഗോവിന്ദനുണ്ട്. മുഹമ്മദ് റിയാസിന് PWDയും ടൂറിസവും തന്നെയാണ്. P പ്രസാദിന് കൃഷി, മണ്ണ് സംരക്ഷണം, സർവകലാശാല, കാർഷിക സർവകലാശാലയുടെ ചുമതല, വെയർഹൌസിംഗ് കോർപ്പറേഷൻ. K രാധാകൃഷ്ണന് SC/ST, ദേവസ്വം, പാർലമെന്റ് അഫയേഴ്സ്. രാജീവിന് നിയമം, വ്യവസായം, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. കയർ വകുപ്പ് അദ്ദേഹം തന്നെയാണ്. കാഷ്യൂ ഇൻഡസ്ട്രി, പ്ലാന്റേഷൻ ഡയറക്ടർ തുടങ്ങിയ വകുപ്പുകളാണ് രാജീവിനുള്ളത്.
സജി ചെറിയാന് ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ ചുമതല, സാംസ്കാരികം, സിനിമ വകുപ്പുകളും KSFE ഉൾപ്പെടെയുള്ള സിനിമാ വകുപ്പുകൾ, അതിനൊപ്പം യുവജനകാര്യവും മികച്ച പരിഗണന സജി ചെറിയാനും ലഭിക്കുന്നു. വകുപ്പുകളുടെ അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ വി ശിവൻകുട്ടിക്ക് പൊതുവിദ്യാഭ്യാസം, സാക്ഷരതാ പ്രസ്ഥാനം, തൊഴിലുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകൾ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ചുമതല വി ശിവൻകുട്ടിക്കാണ്. സാധാരണ തൊഴിൽ മന്ത്രിക്ക് നൽകുന്ന വകുപ്പാണതും. ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ്, ലേബർ കോർട്ടുകൾ തുടങ്ങിയ ചുമതലയും വി ശിവൻകുട്ടിക്കാണ്. VN വാസവന് സഹകരണവും രജിസ്ട്രേഷനും 2 വകുപ്പുകളാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ. വീണ ജോർജിന് ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാലയുടെ ചുമതല, ആയുഷ്, ഡ്രഗ് കൺട്രോൾ, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ. കഴിഞ്ഞ തവണ KK ശൈലജയ്ക്ക് നൽകിയ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനുള്ള പുതിയ വകുപ്പിന്റെ ചുമതലയും വീണ ജോർജിനാണ്. അതിൽ സാമൂഹ്യനിധി മാത്രം KK ശൈലജ കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ സാമൂഹ്യനിധി വകുപ്പ് മാത്രം R ബിന്ദുവിന് നൽകുന്നു. ബാക്കി എല്ലാ വകുപ്പുകളും വനിതാ ശിശുക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആരോഗ്യ വകുപ്പിന് പുറമെ വീണ ജോർജ് നൽകുന്നു. ഇത്തരത്തിലാണ് വകുപ്പുകളുടെ കൃത്യമായ പുനഃസംഘടന. അരുണിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസികാര്യവും മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്നുവെന്ന വലിയ പ്രത്യേകത തന്നെയാണ് ഈ വകുപ്പ് വിഭജനത്തിൽ നിന്ന് നമുക്ക് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ യുവജനക്ഷേമം, ഫിഷറീസും സാംസ്കാരികവും കൂടാതെ യുവജനക്ഷേമവും സജി ചെറിയാന് നൽകാനുള്ള ഒരു തീരുമാനവും വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഇത് തന്നെയല്ലേ? തീർച്ചയായും ന്യൂനപക്ഷങ്ങളുമായി അടുക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങൾ അതിന്റെ ഒരു പാലമായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചത് KT ജലീലാണ്. പക്ഷേ KT ജലീൽ ഇത്തവണ മന്ത്രിസഭയിലില്ല. അതുകൊണ്ട് തന്നെ ആ ചുമതല മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഏറ്റെടുക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അവരുടെ സംരക്ഷകനായി അവർക്ക് ഒരു പരിധിവരെ കണ്ട നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ അത്തരം വകുപ്പുകൾ കൂടി അദ്ദേഹം നേരിട്ട് ഏറ്റെടുക്കുന്നു. അതിൽ പ്രധാന ഇടപെടലുകൾ വളരെ വേഗത്തിൽ നടത്താൻ അതിലൂടെ കഴിയും. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ ഒക്കെ വളരെ വേഗത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് മുഖ്യമന്ത്രി ലക്ഷ്യം. അവരുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമം, അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി ആ 2 വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത്. പ്രവാസികളുടെ വിഷയത്തിലൊക്കെ വലിയ പ്രാധാന്യം സംസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ടുള്ള ഇടപെടൽ ഇനി ഉണ്ടാകും. നേരത്തെ മുഖ്യമന്ത്രി ഇടപെടലുണ്ടെങ്കിൽ പോലും അതിനെ മറ്റു മന്ത്രിമാർക്ക് ചുമതലയുണ്ടായിരുന്നു. ഇത്തവണ അത് മുഖ്യമന്ത്രിയുടെ കൈവശം തന്നെ വരികയാണ്. സജി ചെറിയാനും നല്ല പരിഗണന നൽകുന്നു. യുവജനകാര്യം കൂടി, സാധാരണ സ്പോർട്സ് യുവജനകാര്യം ഒറ്റ വകുപ്പാണ്. കഴിഞ്ഞ തവണ EP ജയരാജൻ കൈകാര്യം ചെയ്ത വകുപ്പാണ്. അതിലും ഇത്തവണ മാറ്റമുണ്ട്. അത് സജി ചെറിയാന് ഫിഷറീസ്, സാംസ്കാരികത്തിനൊപ്പം സജി ചെറിയാന് ആ വകുപ്പ് കൂടി നൽകാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇതല്ലോ അവരാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്ത അത് തന്നെയാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പതിവ് വകുപ്പുകൾ പുറമെ ന്യൂനപക്ഷ ക്ഷേമവും പ്രവാസികാര്യവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. V അബ്ദുൾ റഹ്മാൻ സ്പോർട്സും വഖഫും അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. ഫിഷറീസിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ചുമതലയുള്ള സജി ചെറിയാന് യുവജനക്ഷേമത്തിൻ്റെ ചുമതല കൂടി നൽകിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത. അതേസമയം കയർ ആലപ്പുഴയിൽ നിന്നൊരു മന്ത്രിക്ക് നൽകാതെ കയറിൻ്റെ ചുമതല വ്യവസായ മന്ത്രി P രാജീവിന് കയറിൻ്റെ ചുമതല കൂടി നൽകിയിരിക്കുന്നു എന്നുള്ള അങ്ങനെ ചില മാറ്റങ്ങൾ മന്ത്രിമാരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങളെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് വ്യത്യസ്തമായി 2-3 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്.